സഖാവേ, നമ്മുടെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി അടുത്ത് വരികയാണ്. ഇപ്പം ഏതാനും ആഴ്ചകളേ ഉള്ളൂ അവിടെ വോട്ടെടുപ്പ് നടക്കാനും വോട്ടെണ്ണാനും. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവിടെ നിലവിൽ ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്. പക്ഷേ ആം ആദ്മി പാർട്ടി നേതാക്കൾക്കെതിരെ നിരവധി കേസുകളാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് അതെല്ലാം പ്രോസിക്യൂട്ട് ചെയ്യാനും മുന്നോട്ട് പോകാനുള്ള അനുമതി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും അതുപോലെ തന്നെ അവിടുത്തെ ലഫ്റ്റനൻറ്റ് ഗവർണർക്ക് കൊടുത്തിരിക്കുകയാണ്. സത്യത്തിൽ അത് BJP തെരഞ്ഞെടുപ്പ് പരാജയം മുന്നിൽ കണ്ടുകൊണ്ട് കളിക്കുന്ന ഒരു കളിയാണോ, ഭയമാണോ അവരെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത്? എന്താണ്? അല്ല, തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി വീണ്ടും അധികാരത്തിൽ വരുമോ അതോ BJP ആയിരിക്കും അധികാരത്തിൽ വരുമോ എന്ന് പറയുന്ന ചോദ്യമാണ് രാഷ്ട്രീയമായിട്ട് നമ്മൾ ആ വിഷയങ്ങളെ നിരീക്ഷിക്കുന്ന സമയത്ത് പ്രസക്തമായി. കോൺഗ്രസ് കാര്യമായ രീതിയിൽ ഒരു തിരിച്ചുവരവിന് ഈ തെരഞ്ഞെടുപ്പിൽ സാധ്യമല്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. എന്നാൽ ആം ആദ്മി പാർട്ടിയും അതേപോലെ BJPയും തമ്മിലുള്ള മത്സരത്തിൽ എത്രമാത്രമാണ് BJPക്ക് മുന്നേറാനായിട്ട് കഴിയുക, അതൊരു ചോദ്യചിഹ്നമാണ്. വാക്ക് ഓവറൊന്നും BJPക്കോ ആം ആദ്മി പാർട്ടിക്കോ ഡൽഹി തെരഞ്ഞെടുപ്പിലില്ല. വളരെ സംഘടിതമായിട്ടുള്ള വോളണ്ടിയർ പ്രോസസ്സ്, അതേപോലെ തന്നെ ജനങ്ങളുടെ ഇടയിൽ നടത്തിയ ക്ഷേമ പ്രവർത്തനങ്ങൾ, അതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നാണ് ആം ആദ്മി പാർട്ടി പരിശോധിച്ചിട്ടുണ്ട്. BJP നിലമെച്ചപ്പെടുത്തൽ മാത്രമല്ല, ഡൽഹിയിൽ അധികാരം പിടിക്കുന്നതിന് എന്ത് വഴികളെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് അതിനൊരു സാധ്യതയുണ്ട് ശരിക്കും. പക്ഷേ ആ സാധ്യതയെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണോ ഈ കേസുകളുടെ ഘോഷയാത്ര എന്നുള്ള കാര്യത്തിൽ ഞാൻ സംശയിക്കുന്നുണ്ട്. കാരണം ലഫ്റ്റനൻറ്റ് ഗവർണർ സാക്സേനയുടെ ഇടപെടലുകൾ എന്ന് പറയുന്നത് കേന്ദ്ര ഭരണകൂടത്തിൻ്റെ ഒരു കോടാലി എന്ന നിലക്കുള്ള ഇടപെടലുകൾ. ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ ഇവർക്കെതിരെയുള്ള അഴിമതി കേസുകൾ അന്വേഷിക്കാനും തുടരന്വേഷണത്തിനും ഒക്കെ ഇന്നാണ് യഥാർത്ഥത്തിൽ അനുവാദം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച കൂടുതൽ പ്രസക്തമാക്കിയത്. എന്നുവെച്ചാൽ ഇവർ രണ്ടുപേരും, ആം ആദ്മി പാർട്ടിയുടെ നേതാവായിട്ടുള്ള കേജ്രിവാളും അതേപോലെ തന്നെ ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രിയായിരുന്നായിട്ടുള്ള മനീഷ് സിസോദിയ, അതെ, അദ്ദേഹമൊന്നും ഒരിക്കലും ജയിലിൽ നിന്ന് പുറത്തു വരാത്ത തരത്തിൽ ജയിലിൻ്റെ നിയമത്തിൻ്റെ വലക്കണ്ണികൾ മുറുക്കി അവരെ ശരിപ്പെടുത്താനായിട്ടുള്ള ശ്രമം ഒരു ഭാഗത്ത് BJP നടത്തുന്നുണ്ട്. രണ്ടാമത് ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ നേതാവിനെ പലതരത്തിലുള്ളതായിട്ടുള്ള കേസുകളിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കാൻ. ഈ കേസുകളുടെ ഘോഷയാത്ര BJPക്ക് ഗുണമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം BJPക്ക് ദോഷം ചെയ്യും. BJPക്ക് ദോഷം ചെയ്യാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ നേതാക്കൾക്ക് ഭരണത്തിലേക്ക് തിരിച്ചു വരാനുള്ള വഴി അത് അടയ്ക്കും. ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾക്ക് അവർക്ക് അധികാരത്തിലെത്താനായിട്ടുള്ള വഴികൾ അടക്കാൻ ഈ കേസുകൾ കഴിയും. കേസ് ഇങ്ങനെ കിടക്കുകയും അവർ ജയിലിൽ കിടക്കുകയൊക്കെ ചെയ്താൽ അവർക്ക് ഒരിക്കൽ പോലും വീണ്ടും അധികാരത്തിലേക്ക് വരാനായിട്ട് കഴിയില്ല. വേറെ ആരെങ്കിലും പകരം വരേണ്ടതായിട്ട് വരും. അത് BJPയുടെ ഒരു സ്ട്രാറ്റജിയാണ്. പക്ഷേ എന്താണ് ആം ആദ്മി പാർട്ടിയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ അഴിമതി തന്നെയാണ്. കാരണം അഴിമതിക്കെതിരെ ഭൂമിയിൽ അവതരിച്ച തേജോരൂപമായിട്ടാണ് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയെ അവർ വിശേഷിപ്പിക്കുകയും അതിൻ്റെ നേതാവായിട്ടുള്ള കേജ്രിവാൾ അത് പ്രചാരത്തിൽ കൊണ്ടുവരികയും അതിനനുസരിച്ച് അവർ ശക്തമായ പ്രവർത്തനം നടത്തുകയും ചെയ്തു. പക്ഷേ ഡൽഹിയിൽ തുടർച്ചയായിട്ട് അവരുടെ ഭരണത്തിൽ അവർക്ക് സംഭവിച്ച ഒരു പാളിച്ച എന്ന് പറയുന്നത്, മദ്യ നയത്തിൽ വരുത്തിയ മാറ്റം എന്ന് പറയുന്നത് അഴിമതി നടത്താൻ വേണ്ടിയാണ് എന്ന് പൊതുവെ ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. അത് അഴിമതിക്ക് വേണ്ടി തന്നെയുള്ള പ്രവർത്തനമായിരുന്നു എന്നുള്ള ഈ വിശ്വാസത്തെ ബലപ്പെടുത്തുന്ന പല തെളിവുകളും മുന്നോട്ട് കൊണ്ടുവരാനും കഴിയും. എന്തിനങ്ങനത്തെ ഒരു നയം എടുത്തു എന്നതിന് ഉത്തരമില്ല ശരി. അപ്പോൾ എന്തിനാണ് അങ്ങനെ ഒരു നയസമീപനം എടുത്തതെന്നും അതിലൂടെ എന്തിനാണ് പണം സമ്പാദിച്ചതെന്ന് ചോദിച്ചാൽ അത് കേജ്രിവാളിൻ്റെ ദീർഘവിഷയില്ലായ്മ രാഷ്ട്രീയത്തിൽ പ്രകടമാകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, അദ്ദേഹം ഇന്ത്യ പിടിക്കാൻ ആഗ്രഹിക്കും. ഡൽഹി പോരാ, പഞ്ചാബിൽ ജയിച്ചു, ഗോവ പിടിക്കണം. പല സ്ഥലത്തേക്കും അവർക്ക് അധികാരം മാറ്റണമെങ്കിൽ അല്ലെങ്കിൽ അധികാര കസേര കിട്ടണമെങ്കിൽ, വ്യാപിപ്പിക്കണമെങ്കിൽ പണം വേണം. പണമില്ലാതെ ഒരിക്കലും അധികാരം ഇക്കാലത്ത് വ്യാപിപ്പിക്കാൻ സാധ്യമല്ല. നമുക്കറിയാം BJP തന്നെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപാട് പണം കൊടുക്കുന്നുണ്ട്.
ആ കൊടുക്കുന്ന പണത്തിൻ്റെ ഒരു പ്രശ്നമായിരുന്നു കേരളത്തിൽ കൊടകരയിൽ കുഴൽപ്പണ കേസും പണം തട്ടലും ഒക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതായിരുന്നു നമുക്കറിയാം. അതെല്ലാം നിർവഹിക്കുന്ന കാര്യമാണ്. കാരണം ഏറ്റവും കൂടുതൽ പണം കിട്ടുന്നത് ഇപ്പോൾ ബി ജെ പിക്കാണ്, സംഭാവനയായിട്ടും മറ്റ് സഹായവും. ആ പണമാണ് അവർ അവരുടെ അധികാര വ്യാപനത്തിന് വേണ്ടി നിരന്തരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ആം ആദ്മി പാർട്ടിക്കും പല സ്ഥലങ്ങളിലേക്കും അധികാരം വ്യാപിപ്പിക്കണമെന്ന് ആഗ്രഹം വന്നാൽ പണം വേണ്ടി വരും. പണം വേണ്ടവരൊക്കെ എന്ത് ചെയ്യും? അന്യൻ്റെ പണം മാത്രമല്ല ഈ പണം എന്ന് പറഞ്ഞാൽ, അല്ലാണ്ട് ഇവനൊക്കെ ഉണ്ടാക്കുന്ന പണമാണ്, അഴിമതി പണമാണ് ഏത് പാർട്ടി ആയി കഴിഞ്ഞാൽ. അങ്ങനെ ഈ അഴിമതി പണത്തിൻ്റെ വഴികളിലാണ് യഥാർത്ഥത്തിൽ ഈ മദ്യ നയ വ്യതിയാനം സംഭവിച്ചത്. അപ്പോൾ അത് കുറേയൊക്കെ ആളുകൾ വിശ്വസിക്കുന്നൊരു കാര്യം. പക്ഷേ ബി ജെ പി അതിൽ ആം ആദ്മി പാർട്ടിയുടെ നേതാവായിട്ടുള്ള കേജ്രിവാളിനെ കൊടുക്കാനായിട്ട് നടത്തിയ ശ്രമങ്ങളെന്ന് പറയുന്നത് എത്രത്തോളം വിജയിച്ചെന്ന് നമുക്ക് അറിയില്ല. കാരണം കോടതി ഇതുവരെയായിട്ട് അവരെ ഇന്ന് ശിക്ഷിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു നമുക്കറിയാം. വിചാരണയൊക്കെ നടക്കാൻ പോകുന്നതുള്ളൂ. അതൊക്കെ ഇനി വളരെ നാളുകൾക്ക് ശേഷം മാത്രം സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് രൂപപ്പെട്ടു വന്ന കുൽസിതമായ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് തങ്ങളുടെ നേതാക്കളെയൊക്കെ ഓരോരുത്തരുമായിട്ട് ഇങ്ങനെ കേസിൽ കുടുങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളവർക്ക് വ്യക്തമായിട്ട് പറയാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ അധികാര ദുർവിനിയോഗത്തിന് അതിഷി മെർലൻ അവര് ചെയ്ത തെറ്റ്, അവർക്കെതിരെ ഉയർന്നിരിക്കുന്ന ആക്ഷേപം ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അവർ സർക്കാർ വാഹനം ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ്. അല്ല, അതൊക്കെ നമുക്കറിയാം. അതൊക്കെ ആളുകളുടെ മുന്നിൽ പറഞ്ഞാൽ വില പോകുന്ന കാര്യമല്ല. കാരണം ഏത് നേതാവാണ് അവരധികാരത്തിലിരിക്കുന്ന സമയത്ത് സർക്കാർ വാഹനത്തിലല്ല എൻ്റെ അപ്പൻ്റെ വാഹനത്തിൽ സഞ്ചരിക്കുന്നത്? ഏത് പാർട്ടിയുടെ നേതാവാണ്? ആരുമില്ല. പ്രധാനമന്ത്രി പോലും ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് റാലികളിൽ അതേപോലെ പ്രചാരണ വേളകളിലൊക്കെ പങ്കെടുക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ സംവിധാനം ഉപയോഗിച്ചാണ്. പ്രധാനമന്ത്രി മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേരളത്തിൽ പിണറായി വിജയൻ ഏതെങ്കിലും ഉപതെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പോ ഒക്കെ നടക്കുന്ന സമയത്ത് അവിടെയൊക്കെ പോയി പ്രസംഗിക്കുന്നതും പ്രചാരണം നടത്തുന്നതൊക്കെ സർക്കാർ വാഹനത്തിലാണ്. ഒരു വാഹനത്തിലല്ല, 50 വണ്ടികളുടെ അകമ്പടിയോടുകൂടി ഇവരെല്ലാവരും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെതിരെ കേസെടുക്കാൻ തുടങ്ങുമ്പോൾ അത് രാഷ്ട്രീയ പകപോക്കലും അതുപോലെ വളരെ വില കുറഞ്ഞ രാഷ്ട്രീയം, പെറ്റി സ്ട്രാറ്റജി എന്ന് മാത്രമേ. അവിടെയാണ് ബി ജെ പി പരാജയപ്പെടുമെന്നാണ് ഞാൻ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ കുറേ നാളുകൾ ഭരിച്ചതിൻ്റെ ഒരു ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ഡൽഹിക്കകത്തുണ്ടാവും. അത് ആപ്പിനെതിരെയുള്ള ഒരു വികാരമാണ്, ഒന്ന്. രണ്ട്, അവർ മിക്കവാറും തന്നെ അധികാരത്തിലെത്തിയത് പലതരത്തിലുള്ളതായിട്ടുള്ള സൗജന്യങ്ങൾ ഡൽഹിയിലെ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടാണ്. നമുക്കറിയാം, വൈദ്യുതിയുടെ കാര്യത്തിൽ, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ, അങ്ങനെ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ അവർ വലിയ തരത്തിലുള്ള സഹായം ഈ ജനങ്ങൾക്ക് നൽകി. ആ സഹായങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ പുതിയ കാലത്ത് സാധാരണക്കാരായിട്ടുള്ള വോട്ടർമാരെ വോട്ട് പെട്ടിയിൽ ഭരണകൂടത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നതെന്ന് നമ്മൾ കണ്ടതാണ്. ബി ജെ പിയും ആ ടാക്ടിക്സ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് പല സ്ഥലത്തും ജയിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഈ പിണറായി വിജയൻ്റെ 2ാം വരവിൻ്റെ അടിസ്ഥാനം കിറ്റുകളാണ് എന്ന് കോൺഗ്രസും ബി ജെ പിയും ഒരേ സമയത്ത് തന്നെ നമ്മുടെ മുന്നിൽ പ്രചരണം നടന്നു. നമുക്കറിയാവുന്നൊരു കാര്യം. അപ്പം കിറ്റുകൾക്കൊക്കെ സ്വാധീനമുണ്ടില്ലെന്ന് നമ്മൾ പറയുന്നത്. സൗജന്യത്തിന് സ്വാധീനമുണ്ട്, പലതരത്തിലുള്ള പെൻഷനുകൾക്ക് സ്വാധീനമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി ആണ് യഥാർത്ഥത്തിൽ ആപ്പ് അധികാരം പിന്തുടരുന്ന അല്ലെങ്കിൽ അധികാരത്തിൽ തുടരുന്നതെന്നുള്ളതായിരുന്നു നമുക്ക് മനസ്സിലാക്കും. പക്ഷേ മാഷേ പറഞ്ഞതുപോലെ നമ്മുടെ ഈ മദ്യനയ അഴിമതി ചെറിയ കുറ്റമല്ല. മാത്രമല്ല, അതിനകത്ത് കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന് പറഞ്ഞൊരു വകുപ്പ് കൂടി അതിനകത്തുണ്ട്. അതാണല്ലോ ഈ രാജ്യദ്രോഹം ഇവർക്കെതിരെ വരാൻ ആരോപിക്കപ്പെടാൻ കാരണം. അതെ, അതിൻ്റെ എല്ലാ സാധ്യതകളും ബി ജെ പി അന്വേഷിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല, ഈ മദ്യനയ സംബന്ധമായിട്ടുള്ള കേസാണ്, അഴിമതി കേസാണ് കേജ്രിവാളിൻ്റെ അധികാര അടിത്തറ ഇളക്കുന്നതിനുള്ള കാരണമായി മാറുന്നത്. ഞാൻ ആ അധികാരത്തിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഡൽഹി, താങ്കൾ പറയുന്നത് ഡൽഹിയിൽ ബി ജെ പി അധികാരത്തിൽ വരാനുള്ള സാധ്യത കുറവാണ്, ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടില്ല. കെജ്രിവാളിനും ഇപ്പോൾ പറഞ്ഞതുപോലെ വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ആം ആദ്മി പാർട്ടി. കോൺഗ്രസ് ഒട്ട് ശക്തവുമല്ല. അങ്ങനെയാണെങ്കിൽ ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്തൊരവസ്ഥയാണോ ഡൽഹിയിൽ വരാൻ പോകുന്നത്? അല്ല, ചിലപ്പോൾ അങ്ങനെ തൂക്കുസഭയായിരിക്കും. അല്ല, ചിലപ്പോൾ അങ്ങനത്തെ ഒരു സംഭവത്തിലേക്ക് അത് പോകാം. കാരണം എന്ന് വെച്ചാൽ കൊച്ചു കൊച്ചു നിയോജക മണ്ഡലങ്ങളാണ് ഡൽഹിയിൽ എന്നറിയാം. അപ്പോൾ അവിടേക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് വോട്ടുകൾക്കാണ് എന്ത് ചെയ്യുന്നത്, വിജയം നിർണ്ണയിക്കപ്പെടുന്നത്. അപ്പോൾ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം
വലിയ വെല്ലുവിളി നേരിട്ടിട്ടാണ് അവരെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ നിരന്തരമായിട്ട് അവരെ കേസിലൂടെ വേട്ടയാടുന്നു എന്ന് പറയുന്ന ഒരു ഇമേജ് ഉണ്ടല്ലോ, ഒരു ഇരവാദം, അതവർക്ക് സഹായകരമായി തീരുന്നുണ്ട്. അതല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ തോറ്റുപോകുന്നത് തന്നെയാണ്. മനസ്സിലായോ? പക്ഷേ ഈ ഇരവാദം കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്താനായിട്ട് പറ്റുന്ന തരത്തിൽ ഇന്നിപ്പോൾ കേസ് വന്നതുപോലെ BJP കേസിലൂടെ ഇവരെ ഒതുക്കാനായിട്ട് ശ്രമിച്ചാൽ രാഷ്ട്രീയമായിട്ട് അത് BJPക്ക് തിരിച്ചടിയായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഒരു സ്ട്രാറ്റജിക് പ്രോബ്ലമാണ് ശരിക്കും പറഞ്ഞത്. കാരണം വളരെ ശക്തമായിട്ടുള്ള വളണ്ടിയർ സംഘടനാ സംവിധാനമുള്ള വളരെ അച്ചടക്കത്തോട് പ്രവർത്തിക്കുന്ന ഒരു മെഷീനറിക്ക് നേരെ എന്താണ് ഈ അഴിമതി ആരോപണം എന്ന് പറയുന്നത് വലിയ ആയുധമാണ്. അത് വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ പ്രയോഗിക്കുക, അതിന് പകരമായിട്ട് കേസിലൂടെ അവരുടെ നേതാക്കന്മാരുടെ സാധ്യതകളെ അടച്ചു കളയുക എന്ന് പറയുന്ന സ്ട്രാറ്റജി വിജയിക്കാനുള്ള സാധ്യത കുറവാണെന്ന് എനിക്ക് മറ്റത് പക്ഷേ വിജയിക്കാൻ സാധ്യത ഉള്ളതുമാണ്. അഴിമതിക്കെതിരാണ് ജനങ്ങൾ. അത് കേജ്രിവാൾ നടത്തിയോ ആര് നടത്തിയോ എന്നുള്ള പ്രശ്നമല്ല. അഴിമതിയോട് കോംപ്രമൈസ് ചെയ്യാനായിട്ട് സമൂഹത്തിന് സാധ്യമല്ല എന്നുള്ളതാണ്. കേജ്രിവാൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നവും അതുതന്നെയാണ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അദ്ദേഹത്തെ ന്യായീകരിക്കാനും അദ്ദേഹത്തിന് അനുകൂലമായിട്ട് പറയാനും ഇത് അഴിമതിയല്ല എന്ന് പറഞ്ഞാൽ അതിലൊരു കഥയില്ല. ആ അഴിമതി ഉണ്ടായതിൻ്റെ പേരിൽ മാത്രമാണ് BJPക്ക് ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നടത്താനും കേസെടുക്കാനും കഴിഞ്ഞിരിക്കുന്നത്. അത് തെളിയിക്കപ്പെടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അഴിമതി അല്ലെങ്കിൽ ശർക്കരക്കുടത്തിൽ കൈയിട്ടു എന്ന് പറയുന്നത് ഒഴിവാക്കാനായിട്ട് പറ്റില്ല. കാരണം ആ നയം എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് അവർ തന്നെ കണ്ടെത്തി തിരുത്തേണ്ട ഗതികളിലേക്ക് അവരെത്തിച്ചേർന്നു. ആ ഒരു ചെറിയ പീരീഡിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഹാങ് ഓവർ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ നഷ്ടത്തിന് ഇടവരുത്തും എന്നാണ് ഞാൻ കണക്ക്. കാരണം ഇതൊരു മോഡൽ പൊളിക്കുന്ന പരിപാടിയാണ്. BJPയെ സംബന്ധിച്ച് BJPക്ക് എതിരായിട്ട് അതിശക്തമായിട്ട് ഇന്ത്യയിൽ ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരു മോഡലാണ് ആപ്പിൻ്റെ മോഡൽ. അത് പൊളിച്ചുകളയാണ് BJP. BJPയുടെ വിജയം അതാണ് ശരിക്കും പറഞ്ഞത്. തെരഞ്ഞെടുപ്പിൽ അവർക്ക് അധികാരത്തിലെത്തേണ്ടത് വലിയൊരു ആവശ്യം കൂടിയാണ്. കാരണം ഒന്ന്, മൂന്നാം വട്ടം മോദി ഭരിക്കുന്ന സമയത്ത് ആദ്യത്തെ 2 വട്ടത്തിൻ്റെ സംതൃപ്തിയില്ല. കാരണം ഒറ്റയ്ക്ക് BJP ഭൂരിപക്ഷമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് BJP മുന്നോട്ട് വെക്കുന്ന പല കാഴ്ചപ്പാടുകളും പാസ്സാക്കപ്പെടുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. 2, BJP കേന്ദ്രത്തിൽ അങ്ങനെ ഭരണം നടത്തുന്ന സമയത്ത് അവിടെ ഡൽഹിയിൽ BJPക്ക് എതിരായിട്ട് അതിശക്തമായിട്ട് പ്രചരണം നടത്തുന്ന പ്രവർത്തിക്കുന്ന ആപ്പ് എന്ന് പറയുന്നതായിട്ടുള്ള സംഘടന അധികാരത്തിലിരിക്കുന്നത് അവർക്കൊട്ടും സഹിക്കുന്ന കാര്യമല്ല. കാരണം ഇന്ത്യയുടെ ഭരണസ്ഥിരാ കേന്ദ്രമാണ്. അതെ, അവിടെ BJP ആപ്പാണ് ഭരിക്കുന്നത്. 98-ന് ശേഷം BJP അധികാരത്തിൽ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് വിലകൊടുത്തും അധികാരത്തിലെത്തുക എന്ന് പറയുന്ന ലക്ഷ്യം BJPക്ക് ഉണ്ടാകും. ആ ലക്ഷ്യത്തിലേക്ക് BJP എത്തുമോ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. അതെത്താനുള്ള ഒരു സാധ്യത യഥാർത്ഥത്തിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. പക്ഷേ അത് ഞാൻ പറഞ്ഞ ഈ കേസ് ഇങ്ങനെ കേസ് എന്ന് പറഞ്ഞിട്ട് അത് അഴിമതിയിൽ നിന്ന് മാറുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ ഇവർക്കൊരു സഹതാപം കിട്ടുകയാണ്. കാരണം അത് പെട്ടെന്ന് തോന്നും. കാരണം എന്ന് വെച്ചാൽ എല്ലാ അധികാരവും കേന്ദ്രത്തിൻ്റെ കയ്യിലാണ്. ആ അധികാരം ഉപയോഗിച്ച് ഒരു ഗവൺമെൻറ്റിനെ ശരിപ്പെടുത്താനായിട്ട് നടക്കുകയാണ് എന്ന് പറയുന്ന പ്രചരണത്തിന് ശക്തി ഉണ്ടാകാൻ സാധ്യത. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ആരധികാരത്തിലെത്തും എന്ന് കരുതാവുന്ന തരത്തിലേക്കല്ല ഡൽഹിയുടെ പ്രവചനാതീതമായിരുന്നു. അതെ, പ്രവചനാതീതമാണ്. അതാണ് പത്രഭാഷ. തീർച്ചയായിട്ടും നമുക്ക് ഫെബ്രുവരി 8-ന് വോട്ടെണ്ണുന്നത് വരെ കാത്തിരിക്കാം. അന്നറിയാമല്ലോ തീർച്ചയായിട്ടും. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഈ അടിയൊഴുക്കുകളും അടവ് നയങ്ങളും ഒക്കെ ഡൽഹിയുടെ രാഷ്ട്രീയത്തിൽ അതിന് പ്രധാനപ്പെട്ട കാര്യം BJP വരാനുള്ള ഒരു എപ്പോഴും സാധ്യത എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എപ്പോഴും BJP ആണല്ലോ. 7 സീറ്റും BJP തന്നെ. ആ BJPക്ക് അത്ര സാധ്യത അവിടെ കിടക്കുന്നുണ്ട്. പക്ഷേ പ്രാദേശിക ഭരണകൂടം എന്ന് പറയുന്നത് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ആം ആദ്മി പാർട്ടിക്കും കേജ്രിവാളിനും അനുകൂലമായി എന്നുള്ള കാര്യം BJP തിരിച്ചറിയേണ്ടതാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലാണ് വാസ്തവത്തിൽ അവിടെ ഏറ്റുമുട്ടുന്നത്. കോൺഗ്രസിന് ഇപ്പോഴും നല്ല റോളായിട്ടില്ല. നമുക്ക് കാത്തിരിക്കാം. ഫെബ്രുവരി 8-ാം തീയതി അറിയാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ അതുവരെ പ്രേക്ഷകരോടൊപ്പം നമുക്കും ആകാംക്ഷയോടെ ഈ വിഷയം ഇനിയും ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. നന്ദി.